അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ളുഹ ആമുഖം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ ഖുർആനിലെ 93-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ളുഹ. താരതമ്യേന ചെറിയ സൂറത്തുകൾ ആരംഭിക്കുന്നത് സൂറത്തുൽ ളുഹയിൽ നിന്നാണ്. ഈ സൂറത്തിൽ 11 സൂക്തങ്ങളാണ് ഉള്ളത്. മക്കയിൽ അവതരിച്ച ഈ അധ്യായം പൂർണ്ണമായും സമാശ്വാസ സൂറത്താണ്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം പകരുന്ന, ഭൂമിയിലും നാളെ പരലോകത്തുമുള്ള സൽഭാവിയെക്കുറിച്ച് സുവാർത്ത അറിയിക്കുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം നിറഞ്ഞ ഒരു ഗതകാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ആ ഗതകാലത്ത് പൂർണ്ണമായ സംരക്ഷണം നൽകിയ അള്ളാഹു ഇന്നും സംരക്ഷിക്കാനുണ്ട് എന്ന ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഈ അധ്യായത്തിന് ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിരുന്ന വഹ്യ് അഥവാ ദിവ്യബോധനം കുറച്ചു കാലത്തേക്ക് നിലച്ചുപോയി. അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യബോധനവുമായി, സന്ദേശങ്ങളുമായി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വരാതായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ വിഷമതയുണ്ടാക്കിയ ഒന്നായിരുന്നു ഈ വഹീന്റെ ഇടവേള. തൻ്റെ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും വീഴ്ച കൊണ്ടാണോ വഹി ലഭിക്കാത്തത് എന്ന് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംശയിച്ചു എന്ന് പറയപ്പെടുന്നു. ശത്രുക്കളാകട്ടെ ഈ വഹി ലഭിക്കാത്തതിനെ വലിയ അളവിൽ ആഘോഷിക്കുകയും പ്രവാചകനെ ആക്ഷേപിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ റസൂൽ മനോവിഷമത്തിലായിരുന്ന സന്ദർഭത്തിലാണ് അള്ളാഹു താങ്കളെ വെറുത്തിട്ടില്ല, താങ്കളെ അകറ്റിയിട്ടില്ല, ശത്രുക്കൾ നടത്തുന്ന അത്തരത്തിലുള്ള എല്ലാ കുപ്രചരണങ്ങളും അവാസ്തവമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് മാ വദ്ദഅക റബ്ബുക വമാ ഖല എന്ന സൂക്തം ഈ അധ്യായത്തിൽ അവതരിക്കുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം അള്ളാഹു പറയുന്നത് പ്രപഞ്ചത്തിലെ 2 ദൃഷ്ടാന്തങ്ങളിൽ സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ടാണ്. ളുഹ ലൈൽ, പകൽ സമയം, രാത്രി. ഭൂമി ലോകത്ത് മനുഷ്യന്റെ കഴിവുകളും സിദ്ധികളും അവന്റെ ശേഷികളും വളരാനും വികസിക്കാനും അത് സമൂഹത്തിന് പ്രയോജനപ്പെടുത്താനും പകലിന്റെ വെളിച്ചവും രാത്രിയുടെ ശാന്തതയും ഒരുപോലെ ആവശ്യമാണ്. അതിലൊന്നില്ലെങ്കിൽ മറ്റൊന്നുകൊണ്ട് മാത്രം മനുഷ്യന് ജീവിക്കാൻ കഴിയുകയില്ല. അതുപോലെ മനുഷ്യപ്രകൃതിയിൽ ഒളിഞ്ഞു കിടക്കുന്ന അവൻ്റെ കഴിവുകളും അവൻ്റെ ശേഷികളുമെല്ലാം പുറത്തു വരണമെങ്കിൽ അവൻ എല്ലാ അവസ്ഥയിലൂടെയും കടന്നു പോകേണ്ടതുണ്ട്. പകൽ വെളിച്ചം പോലെയുള്ള അവസ്ഥകളുണ്ടാകും, രാത്രിയുടെ ഇരുട്ട് പോലെയുള്ള അവസ്ഥകളുണ്ടാകും. സന്തോഷമുണ്ടാകും, സന്താപമുണ്ടാകും, കയറ്റമുണ്ടാകും, ഇറക്കമുണ്ടാകും, സുഖമുണ്ടാകും, ദുഃഖമുണ്ടാകും. ഈ അവസ്ഥയിലൂടെയെല്ലാം മനുഷ്യൻ കടന്നു പോകേണ്ടതുണ്ട്. അങ്ങനെ കടന്നു പോകുന്ന മനുഷ്യനാണ് എല്ലാ അവസ്ഥയിലും സന്തുലിതമായി നിലനിൽക്കാൻ കഴിയുന്ന മനുഷ്യനാവുക. വലിയ വലിയ ഉയരങ്ങൾ എത്തിപ്പിടിക്കണമെങ്കിൽ, ഉന്നതി പ്രാപിക്കണമെങ്കിൽ എല്ലാ അവസ്ഥകളെയും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് നേടിയെടുക്കേണ്ടതുണ്ട്. സുഖം മാത്രം സ്ഥിരമാകില്ല, ദുഃഖം മാത്രം സ്ഥിരമാകില്ല. പകൽ സ്ഥിരമാകാത്തതുപോലെ, രാത്രി സ്ഥിരമാകാത്തതുപോലെ അതെല്ലാം മാറി മാറി വന്നുകൊണ്ടിരിക്കും. 2 വഹികൾക്കിടയിൽ സുദീർഘമെന്ന് പ്രവാചകന് തോന്നി ഇടവേള സംഭവിച്ചതിനെ പകലിനെയും രാത്രിയെയും മുൻനിർത്തിയാണ് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നീട് ഇപ്പോഴുള്ള അവസ്ഥയേക്കാൾ നല്ല അവസ്ഥ താങ്കൾക്ക് എല്ലാ നിലക്കും വന്നു ചേരുമെന്നും താങ്കൾ തൃപ്തനാകുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷവാർത്ത നൽകുന്നു. അതിനുശേഷം പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച അനാഥത്വത്തെ, ആ സമയത്ത് അള്ളാഹു നൽകിയ അഭയത്തെ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നു. നേർവഴി അറിയാതിരുന്ന ഒരു സന്ദർഭത്തിൽ സത്യത്തിന്റെ വഴി അള്ളാഹുവിന്റെ റസൂലിന് കാണിച്ചു കൊടുത്തതിനെ കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നു. വലിയ ദാരിദ്ര്യവും പ്രയാസവും അനുഭവിച്ച അവസ്ഥയിൽ നിന്നും ഐശ്വര്യം നൽകിയതിനെ കുറിച്ചും സൂചിപ്പിക്കുന്നു. അതിനുശേഷം 2 നിരോധങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. പിതാവ് നഷ്ടപ്പെട്ട നിരാലംബയായ കുട്ടിയോട്, അനാഥയോട് ഒരു കാരണവശാലും പരുഷമായി പെരുമാറരുത്. കാർക്കശ്യത്തോടെയുള്ള സമീപനം സ്വീകരിക്കരുത്. ആവശ്യങ്ങൾക്ക് വേണ്ടി തൻ്റെ മുന്നിൽ ചോദിച്ചു വരുന്ന ആളുകളെ ഒരു നിലക്കും വിരട്ടി ഓടിക്കുകയും അരുത്. അവസാനത്തെ സൂക്തത്തിൽ അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും യഥാവിധം പ്രകാശിപ്പിക്കണം, വിളംബരം ചെയ്യണം എന്നാണ് അള്ളാഹു പറയുന്നത്. അവസാനത്തെ 3 സൂക്തത്തിലുള്ള നിരോധങ്ങളും കൽപ്പനയുമെല്ലാം
പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ബാധകമായതല്ല, മറിച്ച് സകല വിശ്വാസികളും ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടവയാണ്. ഈ അധ്യായത്തെ വളരെ സൂക്ഷ്മമായി പഠിക്കാനും ജീവിതത്തിൽ പകർത്തേണ്ടവ പകർത്താനും പ്രചരിപ്പിക്കാനും എല്ലാം നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് ഖുർആന്റെ അനുകൂലമായ സാക്ഷ്യം ലഭിച്ച് സ്വർഗത്തിലെത്തുന്ന വിശുദ്ധന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.